നടിയെ ആക്രമിച്ച കേസിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സെൽഫി പോലും തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അതുപോലും ശരിയായ തെളിവല്ല എന്നുള്ളതൊക്കെയാണ് ഈ വിധി പ്രസ്താവത്തിൽ ഉള്ളത്. ഇതുപോലെ ഓരോരോ ഇത്രയും വലിയ 1500 പേജിലധികമുള്ള ഈ വിധിയുടെ പകർപ്പൊക്കെ എടുത്ത് പരിശോധിച്ച് വരുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള ഇമേജ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ദിലീപിനെ ഇവിടെ കുറ്റക്കാരനാക്കിയില്ല, ദിലീപിനെ ശിക്ഷിച്ചില്ല, ഈ ചർച്ചകൾ അവസാനിക്കുന്നേ ഇല്ല. ഇത് ഏത് രീതിയിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു നീതിന്യായ കോടതി ഒരു കേസ് വിധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ് ചെന്നിട്ട് അതിലെ വാദിയുടെ കൂടെ കക്ഷി ചേരുക അല്ലെങ്കിൽ പ്രതിയുടെ കൂടെ കക്ഷി ചേരുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധത എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ സാധാരണ ഇതിൽ ഈ കേസിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, അത് ശരിയായാലും തെറ്റായാലും ഈ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഈ ജനങ്ങളുടെ ആരവം, മുറവിളികൾ, വാദം, പ്രതിവാദം ഒന്നും കോടതി വിധിയെ പ്രത്യക്ഷത്തിൽ സ്വാധീനിച്ചിട്ടില്ല. കോടതി പരിഗണിച്ചിരിക്കുക അവരുടെ മുമ്പിൽ വന്ന തെളിവും കാര്യങ്ങളും ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ വിധി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന 2-3 തരം പ്രചാരവേലകളാണ്. ഒന്ന്, നീതി കിട്ടിയില്ല എന്ന് പ്രത്യേകിച്ച് ഈ സ്റ്റാർ വാല്യൂ ഉള്ള കേസിൽ ഇതിൽ പ്രതിസ്ഥാനത്തും വാദിസ്ഥാനത്തും ശിക്ഷിക്കപ്പെട്ടവരും വെറുതെ വിട്ടവരും ഒക്കെ സ്റ്റാർ വാല്യൂ ഉള്ളവരാണ്. ഇവർ പരസ്യമായിട്ടൊരു ജനാധിപത്യ സംവിധാനത്തിൽ കോടതിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് പബ്ലിക്കിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. സാധാരണക്കാർ പോലും കോടതിയെ ചോദ്യം ചെയ്യാനുള്ളൊരു അവസ്ഥ വരും. പിന്നെ ഇതിനകത്ത് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവരും തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരെ വിളിച്ചു വരുത്തിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു മെസ്സേജ് വേറെയുണ്ട്. ഒരു പക്ഷേ ഇതിനകത്ത് പൊളിറ്റിക്കൽ ഗെയിൻ ആണെങ്കിൽ പോലും കോടതിയെ വെച്ചുള്ള പൊളിറ്റിക്കൽ ഗെയിൻ ആത്യന്തികമായി നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ, നീതിന്യായ കോടതികളെ, അതിൻ്റെയൊക്കെ ഒരു മൊറയിലിനെയും വിശ്വാസ്യതയെയും തകർക്കുന്ന ഒരു നീക്കമാണ്. മറ്റാരൊക്കെ അതിജീവിതയോട് കക്ഷി ചേർന്നാലും ഗവൺമെന്റിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു നല്ല ട്രെൻഡായിട്ട് എനിക്ക് തോന്നിയില്ല. CR എങ്ങനെ കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അതിനു മുമ്പ് ഈ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 90% മലയാളികളും ഇത് കാണുന്ന ആളുകൾ ഈ അതിജീവിതയെ ആക്രമിക്കുന്നതിൽ ഈ പറഞ്ഞ 8ാം പ്രതി ദിലീപിന് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് വിശ്വാസമാണ്. വിശ്വാസം യുക്തിപരമായി തെളിയിക്കപ്പെടാൻ പറ്റുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ചർച്ച നമ്മുടെ നാട്ടിൽ നടന്നു. അതിൻ്റെ അന്വേഷണം വളരെ നടന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കുറേ ദിവസം ജയിലിൽ പാർപ്പിച്ചു. എല്ലാ അന്വേഷണം അതിനടുത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായി. അതിലെ മെമ്മറി കാർഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾ, അതിലെ സാക്ഷി വിസ്താരങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രതിക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിജീവിതയ്ക്കെതിരായ തരത്തിൽ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി എന്ന വാദം, അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവരും പ്രോസിക്യൂട്ടർമാരും ഈ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ അത് സ്വാഭാവികമായിട്ട് പറയാം. ഒരു കോടതിയിൽ തനിക്ക് നീതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കക്ഷിക്ക് ഇയാളുടെ ഇന്ന് എനിക്ക് നീതി കിട്ടില്ല, അതുകൊണ്ട് ഇയാൾ മാറണം എന്ന് പറയാം. ഇങ്ങനെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ജഡ്ജി മാറുകയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വയം മാറുകയാണ് ചെയ്യും. ഇവിടെ അതുണ്ടായില്ല. അത് കേസായി സുപ്രീം കോടതി വരെ പോയി. എന്തായാലും അവസാനം ആ കേസിന് വിധി വന്നു. ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല. കുറച്ച് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അതും വളരെ, ഞാൻ കണക്കാക്കുന്നത് വളരെ ലഘുവായ ശിക്ഷയാണ്. 20 വർഷം ഏറ്റവും കുറഞ്ഞൊരു ശിക്ഷയാണ്, കഠിനമായൊരു ശിക്ഷയല്ല. അത് കേരളത്തിന് കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ്. 8ാം പ്രതി വിട്ടുപോയത് മാത്രമല്ല, പിടിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രതികൾക്ക് കൊടുത്ത ശിക്ഷയും വളരെ ദുർബലമാണ്. ഇതിൽ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന സ്വരത്തിൽ സംസാരിക്കുമ്പോൾ അവരുത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. കോടതിയുടെ വിശ്വാസ്യതയൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്ന്, ഇതിൽ പോലീസ് അന്വേഷണത്തിൽ തെറ്റുപറ്റിയോ? പ്രോസിക്യൂഷൻ കേസ് പ്രസൻറ്റ് ചെയ്യുന്നതിൽ തെറ്റുപറ്റിയോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമായ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന തെളിവ് വരെ കൊടുത്തിട്ടും അത് തള്ളിക്കളഞ്ഞ ജഡ്ജിക്ക് തെറ്റുപറ്റിയോ? ജഡ്ജിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അത് കോടതിക്കെതിരായ സംഗതിയല്ല. നമ്മളെങ്ങനെ അപ്പീൽ പോണേ? ഈ ജഡ്ജ്മെന്റ് ഈസ് റോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൻ്റെ വകുപ്പ് കൂടിയുണ്ട്. ഒരു ജഡ്ജ്മെന്റിനെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. ജഡ്ജിയെ വിമർശിക്കരുന്നുള്ളൂ. അപ്പൊ ജഡ്ജ്മെന്റിൽ തെറ്റുപറ്റിയോ? ജഡ്ജ്മെന്റിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അപ്പീൽ പോണേ. അപ്പൊ അതങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാരണം ഹൈക്കോടതി നമ്മൾ പോകുന്നത് പിന്നെ മേൽക്കോടതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിൽ ആർക്ക് തെറ്റുപറ്റി എന്നാണ് ഇവർ അപ്പീൽ പോകാൻ പോകുന്നത്. ഇതാണ് ചോദ്യം. അപ്പൊ അന്വേഷണ സംഘത്തിന് തെറ്റുപറ്റിയെങ്കിൽ വീണ്ടും അന്വേഷിക്കേണ്ടി വരും. പുനരന്വേഷണം വേണ്ടി വരും. അതിന് മുഖ്യമന്ത്രി തയ്യാറല്ല, പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പ്രോസിക്യൂഷൻ തെറ്റുപറ്റിയെങ്കിൽ ഒരു പക്ഷേ ഇനി ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷന് കുറച്ചുകൂടി നന്നായി വാദിക്കാം. ജഡ്ജിക്ക് തെറ്റുപറ്റിയെങ്കിൽ
വാദിക്കാം. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പോലീസിന് അന്വേഷണത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണ് ഗവൺമെൻറ് നിലപാട്. കാരണം അല്ലെങ്കിൽ അത് അന്വേഷിക്കണത്, പുനരന്വേഷണം കോടതി ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാരിൻ്റെ കീഴിലല്ലേ പോലീസ്? ആ പോലീസിന് ഗുരുതരമായ തെറ്റ് പറ്റിയിട്ടില്ല എന്നും പ്രോസിക്യൂഷനും ആരാ? സർക്കാർ നിയോഗിച്ച വക്കീൽമാരാണ്. അത് രണ്ട് പ്രോസിക്യൂട്ടർമാർ അതിനിടയിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം. രണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഗവൺമെന്റ് ഇനി എന്താ ചെയ്യാൻ പോകണം? ഗവൺമെന്റ് അപ്പീൽ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. കൊടുക്കട്ടെ, അത് സ്വാഭാവികമാണ്. ഗവൺമെന്റ് മാത്രമല്ല, ശിക്ഷിക്കപ്പെട്ടവർ അപ്പീൽ പോകും, ശിക്ഷിക്കപ്പെട്ട പ്രതികളും അവർക്കും പോകാൻ അപ്പീൽ, അത് ഈക്വലാണ്. പക്ഷേ അവരുടെ ശിക്ഷ റദ്ദാക്കണമെന്നോ കുറയ്ക്കണമെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാവും പോവുക. അവരെ കൂടുതൽ ശിക്ഷിക്കണമെന്നും 8ാം പ്രതിയെ കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടാവും പോവുക. അപ്പോൾ ഈ അന്വേഷണം വെച്ച് പോയാൽ ഈ കേസ് ജയിക്കും എന്നാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ജഡ്ജിക്കാണ്. ഈ ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് അതിജീവിത പറഞ്ഞതും കൂടി ആലോചിക്കുമ്പോൾ ജഡ്ജിക്ക് എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ ജഡ്ജിക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വന്നു, അതിന് അഡ്വക്കേറ്റ് അസോസിയേഷൻ തന്നെ നേതാവ് കൊടുത്തു, പിന്നെ അവരല്ല എന്ന് പറഞ്ഞു, ഏതെന്തോ ആവട്ടെ, ജഡ്ജിക്കെതിരെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ സോക്കോൾഡ് എത്തിക്സ്. അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്കെതിരെ പറയാൻ പാടില്ല. മാത്രമല്ല, ജഡ്ജി തന്നെ ജഡ്ജിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടോ, എൻ്റെ ചരിത്രവും എൻ്റെ സംഗതികളും എൻ്റെ സമ്പത്തും ഒക്കെ നിങ്ങൾ പരിശോധിച്ചോളൂ, പക്ഷേ അത് ജുഡീഷ്യറിക്ക് എതിരായ ഒരു സംഗതി ആവരുത്, ജുഡീഷ്യറിൽ വിശ്വാസം നശിപ്പിക്കുന്നവരുത്. കാരണം അവരുടെ ഒറിജിനെ കുറിച്ചൊക്കെ പരാതി വന്നിട്ടുണ്ട്, അവരുടെ ചില ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ പരാതി വന്നിട്ടുണ്ട്. അവരുടെ പിതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതുകൊണ്ട് വിരോധമൊന്നും ആയിക്കൊള്ളുന്നില്ല. ഓരോ ജഡ്ജി എൻ്റെ പിതാവ് രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ അതിന്റെ കീഴ്പ്പെട്ടോളണമെന്നൊന്നുമില്ല. അതൊന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല. റെക്കോർഡ് വളരെ ശുദ്ധമാണെന്ന് പറയുന്നു, കറക്റ്റ് അല്ല. ട്രാക്ക് റെക്കോർഡ് ശുദ്ധമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ജഡ്ജിയെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. നിർണായകമായ ഒരു കേസ് വന്നാലേ അവസരം കിട്ടുമ്പോഴേ ക്രിട്ടിക്കൽ ഘട്ടത്തിലേക്ക് കിട്ടുള്ളൂ. ഞാൻ എല്ലാ വിധിയും നന്നായിരിക്കും, ചിലപ്പോൾ ഒരു വിധി തെറ്റാവും, അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടാവും. മാത്രമല്ല, കോടതിയിൽ പലപ്പോഴും ഈ പ്രതിയോട് പ്രത്യേക മമതയുള്ളതായി ജഡ്ജി കാണിക്കുന്നു എന്നുവരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ എതിർകക്ഷികൾ, അതിജീവിതരുടെ ആളുകൾ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, അന്വേഷണത്തിൽ ഒരു പിഴവുമില്ല എന്നാണെങ്കിൽ, എന്നുവെച്ചാൽ പോലീസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നാണെങ്കിൽ ഹൈക്കോടതിയിൽ നീതി കിട്ടും. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. ഒന്ന്, ഹൈക്കോടതി നന്നായി കേസ് എടുക്കുക എന്നുള്ള ചോദ്യമുണ്ട്. എത്ര വർഷം കഴിഞ്ഞിട്ട് അത് വരിക? 2017 വന്ന കേസാണ് 2025 വിധി വന്നത്. ഇന്നത്തെ ഹൈക്കോടതിയുടെ സ്ഥിതി വെച്ചാണെങ്കിൽ ഒരു 5 കൊല്ലമെങ്കിലും എടുക്കും ഈ കേസ് വരാൻ. എന്ന് പറഞ്ഞാൽ 2030 ആവും ഈ കേസിൻ്റെ വീണ്ടുള്ള വിചാരണ വരാൻ. അങ്ങനെ വന്ന് ആ ഘട്ടത്തിൽ എന്തായിരിക്കും നമ്മുടെ സാമൂഹ്യ അവസ്ഥ, എന്തായിരിക്കും നമ്മുടെ രാഷ്ട്രീയ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, ചിലപ്പോൾ അത് പിന്നെയും നീണ്ടുപോയാൽ, നീട്ടാൻ ഈ പ്രതിക്ക് സംശയം ഉണ്ടെങ്കിൽ, ദിലീപിനോ 8ാം പ്രതി അദ്ദേഹമാണല്ലോ ഇതിൽ പ്രധാന കക്ഷി, അയാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് പിന്നെയും നീട്ടാൻ വകുപ്പുണ്ട്. നമ്മുടെ പല കേസുകളും എത്രയോ വർഷം നീണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അതിജീവിതയ്ക്ക് അപ്പീൽ പോകുന്നതിലൂടെ എത്രമാത്രം നീതി കിട്ടുമെന്ന് ഒരു ചോദ്യം ഞാൻ സ്വയം ചോദിക്കുന്നു. അല്ല സാർ, ഇപ്പൊ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് സാർ പറഞ്ഞു. ദിലീപ് എന്ന് പറയുന്ന 8ാം പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി കിട്ടൂ എന്ന് പറയപ്പെടുന്ന കുറെ അധികം ആളുകളുണ്ട്. അതിനോടൊപ്പമുള്ള ഒരു നിലപാടിലേക്ക് സാറും പറയുമ്പോൾ എന്താണ് അതിന് കാരണമുണ്ട്, വളരെ കൃത്യമാണ്. കൊടി സുനി പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് വിരോധമാണ് ഈ നടിയോടുള്ളത്? എന്ത് കാര്യത്തിനാണ് അയാൾ ഇത് ചെയ്തത്? അയാൾ കൊട്ടേഷൻ സംഘമാണെന്ന് കോടതി വിധി തന്നെ പറയുന്നു. ഒരു കൊട്ടേഷൻകാരൻ അവനോട് താല്പര്യത്തിന് പോയി ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ ആരാ കൊട്ടേഷൻ കൊടുത്തത്? അവർ ചോദ്യം സ്വാഭാവികമല്ലേ, ആര് ഇയാൾ കൊട്ടേഷൻ കൊടുത്തു? ഒരുപക്ഷെ ദിലീപാണ് കൊടുത്തതെന്ന് തെളിയിക്കാൻ, അങ്ങനെയാണ് കോടതിയുടെ രീതി, ദിലീപാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്ന് തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജ്മെന്റ് വായിച്ചാൽ എനിക്ക് മനസ്സിലായത്. അങ്ങനെ വരുമ്പോൾ വേറെ ആരാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അന്വേഷിക്കേണ്ട ജോലി ഇവർക്കില്ലേ, സ്റ്റേറ്റിനില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പ് ഉൾപ്പെടെ ഒരു മാഡം എന്ന് വിളിക്കുന്ന ആളുമായിട്ട് ഫോൺ സംഭാഷണം, ഈ മാഡത്തിന്റെ എന്താണ് അവിടെയാണ് പ്രശ്നം? പോലീസ് ഈ മാഡത്തിനെ കുറിച്ച് അന്വേഷിച്ചില്ല. ഇപ്പൊ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ആ ജഡ്ജ്മെന്റിലുണ്ട്. പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി, അതുകൊണ്ടാണ് തള്ളിയത്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ട്? അവിടെയാണ് എൻ്റെ ചോദ്യം. അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവ് വന്നു എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടോ?
മുഖ്യമന്ത്രി അതാണ് പറയേണ്ടത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. ഞാനിത് റീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നു. കോടതി പറയേണ്ടത് അത് പറഞ്ഞിട്ടില്ല. അത് പറയണമല്ലോ. പല കേസുകളിലും പറയാതെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അതിജീവിതരെ കൂടെ നിന്നിട്ട് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താ ആത്മാർത്ഥതയുണ്ട്? അവിടെയാണ് പ്രശ്നമുള്ളത്. അത് പൊളിറ്റിക്കലാണ്. ജനവികാരം ഈ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ഞാനും അതിൻ്റെ കൂടെയാണ്. അത് അല്ല ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്. മുമ്പൊരിക്കൽ ഞാൻ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, അത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാജാവിൻ്റെ കഥയാണ്. രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഒരാൾ ചെന്നിട്ട് പറയുന്നത്, എൻ്റെ അയൽക്കാരൻ എൻ്റെ ഭാര്യയെ ആക്രമിച്ചു, അവരുടെ ഗർഭം അലസിപ്പോയി, പ്രശ്നങ്ങളുണ്ട്, നഷ്ടമായി, വലിയ പ്രശ്നങ്ങളുണ്ട്, പരിഹാരം കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, കഷ്ടമായിപ്പോയി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഇരയാക്കപ്പെട്ട ആൾ പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ വീട്ടിലെ ജോലിക്കാരിയും പറഞ്ഞത്, കഷ്ടമായിപ്പോയി. അത് പറയലല്ലോ, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയലല്ലോ സ്റ്റേറ്റിൻ്റെ ജോലി. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഞാൻ അപ്പീൽ പോകുന്നു പറയലുമല്ല. ഈ അന്വേഷണത്തിൽ തകരാറുണ്ടെങ്കിൽ ഇത് തിരുത്തും എന്ന് പറഞ്ഞ് ഞാൻ റീ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കോടതിക്ക് പോവാം. റീ ഇൻവെസ്റ്റിഗേഷൻ ഗവൺമെൻറ് ആവശ്യപ്പെടണം, സ്റ്റേറ്റ് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അതിജീവിതം ആവശ്യപ്പെടണം. ഇപ്പം എനിക്കറിയാം വാളയാർ കേസിൽ റീ ഇൻവെസ്റ്റിഗേഷൻ പോയത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടാണ്. കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ ഇൻവെസ്റ്റിഗേഷൻ നോക്കി വെച്ചിട്ട് പറഞ്ഞു, ഇതെന്തൊരു പരട്ട ഇൻവെസ്റ്റിഗേഷനാണ്. ആ അന്വേഷിച്ചവരൊക്കെ തെറി പറഞ്ഞു. അങ്ങനെ തന്നെ റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞത്, റീ ഇൻവെസ്റ്റിഗേഷൻ വന്നില്ല എങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടാതെ ഇവർ അപ്പീൽ പോകുന്നത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമോ അതിജീവിതയ്ക്ക്? പ്രയോജനം വളരെ കുറവായിരിക്കുന്നത് ഞാൻ വിചാരിക്കണം. കാരണം ഈ അന്വേഷണം വെച്ചിട്ടാണ് പോകണമെങ്കിൽ ഈ ജഡ്ജിൻ്റെ വിലയിരുത്തലുകൾ ശരിയാണെങ്കിൽ ഹൈക്കോടതി ചെല്ലുമ്പോൾ തന്നെയല്ലേ പറയുക. ഇന്റർപ്രിട്ടേഷനാണ് ഇതിലൊക്കെ. ഇന്റർപ്രിട്ടേഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു തെളിവ് തന്നെ 2 വക്കീലുമാർ 2 തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഒരു തെളിവ് തന്നെ 2 ജഡ്ജിമാർ 2 തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ ഹൈക്കോടതി ജഡ്ജിക്ക് കിട്ടിയാൽ നീതി കിട്ടിയേക്കാം. പക്ഷെ അതിൻ്റെ ടൈം ഫ്രെയിം ഉണ്ട്. ഞാൻ പറയുന്നത് എപ്പോൾ, എത്ര കാലം, ഈ ചോദ്യമാണ് ഈ കേസിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോരാ. അത് പ്രതിപക്ഷത്തിന് മതി, രാഷ്ട്രീയ നേതാവ് എം പി ഗോവിന്ദ മാഷക്ക് അത് മതി. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് പോരാ. ഒരു ഭരണകൂടത്തിൻ്റെ സ്റ്റേറ്റ് പറയേണ്ടത് പോലീസിന് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ റീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്ന് തന്നെയാണ്. അത് പറയാത്തിടത്തോളം അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് നിൽക്കൂ, സ്റ്റേറ്റിൻ്റെ നിലപാടായിട്ട് നിൽക്കില്ല. അപ്പോൾ എന്തായാലും ഇനിയും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇതുപോലെ വിവാദങ്ങളൊക്കെ ഇനിയും വന്നേക്കാം. നമുക്കപ്പോൾ വീണ്ടും സംസാരിക്കാം, തുടരാം. ഓക്കെ. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.